കേൾക്കാൻ ഇഷ്ടമാണോ? എന്നാൽ ഞാൻ ഇന്നൊരു ബൈബിൾ കഥ പറയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ ഒരു കഥയാണിത്. ആരുടെ കഥയാണെന്നറിയാമോ? നമ്മുടെ ചുങ്കക്കാരൻ സക്കേബൂസിന്റെ കഥ. നിങ്ങൾക്കെല്ലാവർക്കും ഈശോനെ കാണാൻ ഇഷ്ടമല്ലേ? ഒന്ന് അടുത്ത് കാണാൻ, ഒന്ന് തൊട്ട് നോക്കാൻ. അതുപോലെ നമ്മുടെ ചുങ്കക്കാരൻ സക്കേബൂസ് ഈശോനെ കാണാൻ ആഗ്രഹിച്ചു. പക്ഷെ ഈശോ എപ്പോഴും വലിയ ജനക്കൂട്ടത്തിന്റെ കൂടെയായിരുന്നു നടന്നിരുന്നത്. അതിനാൽ സക്കേബൂസിന് ഈശോനെ കാണാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ തീരെ പൊക്കം കുറവായിരുന്നു. അതിനാൽ നമ്മുടെ ചുങ്കക്കാരൻ സക്കേബൂസ് ഈശോനെ കാണാനായിട്ട് ഒരു സൂത്രം കൊണ്ട് പിടിച്ചു. ഈശോ പോകുന്ന വഴിയുള്ള ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറിയിരിപ്പായി. മരത്തിന്റെ പേരെന്താന്നറിയാമോ? സിക്കമോർ മരം. നമ്മുടെ ഈശോയ്ക്ക് എല്ലാം അറിയാം. സക്കേബൂസ് ഈശോനെ കാണാൻ ആഗ്രഹിച്ചതും മരത്തിന്റെ മുകളിൽ കയറിയിരുന്നതും ഒക്കെ. മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോ ഈശോ മുകളിലേക്ക് നോക്കി. സക്കേബൂസ് പേടിച്ച് വിറച്ചു പോയി. ഈശോ പറഞ്ഞു, മോനെ സക്കേബൂസേ, നീ വേഗം ഇറങ്ങി വാടാ. ഇന്ന് നിന്റെ വീട്ടിലാ ഞാൻ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സക്കേബൂസിന് സന്തോഷമായി. സക്കേബൂസ് വേഗം ഊർന്നിറങ്ങി ഈശോനും കുട്ടി സക്കേബൂസിന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോ ഈശോയ്ക്ക് വലിയൊരു വിരുന്ന് കൊടുത്തു. സക്കേബൂസ് പറഞ്ഞു, ഈശോയെ, ഇത്രയും കാലം ഞാൻ എല്ലാരെയും പറ്റിച്ചാ ജീവിച്ചിരുന്നത്. ഇനി ഞാൻ ആരെയും പറ്റിക്കില്ല. പറ്റിച്ചവർക്ക് ഞാൻ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, ഇനി ഭവനത്തിൽ രക്ഷ വന്നിരിക്കുന്നു. പിന്നീട് സക്കേബൂസ് ആരെയും പറ്റിച്ചില്ല. ഈശോനെ നല്ല മകനായി ജീവിച്ചു. കൂട്ടുകാരെ, ഇതുപോലെ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളും നല്ല മക്കളായി ജീവിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.